50,000 രൂപ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സ്ഥലം വിടുന്നു പറഞ്ഞ് നിന്നിരുന്നതാണ്. തീരെ പുറത്തിറങ്ങാൻ പറ്റാത്തത് പേടിച്ച് കഴിയുന്ന കാലമായിരുന്നു സ്ത്രീകളോട് ആ കാലത്ത്. റിയാദിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ആൾക്കാരുകൾ ഒരുപാടുള്ള മലയാളികളുണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന TV സഫലമിയ. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ അൽ ഖറാജ് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പ്രശസ്തമായ ഇന്റർനാഷണൽ AC സ്പെയർ പാർട്സ് എന്ന സ്ഥാപനം, അതിൻ്റെ സാരഥി ജോഷി സാറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. ദർശന TVയുടെ സഫലമി യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. ജോഷി സാർ നാട്ടിലെവിടെയാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ, എൻ്റെ പ്രോപ്പർ വീട് വെട്ടിച്ചൂർ എന്ന് പറയും. വെട്ടിച്ചൂർ. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് വാടാനപ്പള്ളിയിൽ. ഓക്കെ സാർ, പിന്നെ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്? അതെ, പെരുങ്ങോട്ട് ഗവൺമെൻറ് സ്കൂളിലാണ്. ഞാൻ SLC കഴിഞ്ഞതും നാട് വിട്ടു, അഹമ്മദാബാദിലായിരുന്നു. എന്തായിരുന്നു സാർ? AC ടെക്നീഷ്യനായിട്ട് തന്നെ പോയത്, പഠിക്കാൻ പോയത്. കുറേ വർഷം ജോലി ചെയ്ത അവിടെ? അഹമ്മദാബാദിൽ 4 വർഷം. ലാസ്റ്റ് വന്ന് നിന്നത് ബാംഗ്ലൂരാണ്. അവിടെ നിന്നാണ് പിന്നെ ഞാൻ സൗദിയിലോട്ട് പിന്നെ നേരെ ബോംബെ ത്രൂ വന്നു. അതെ, ബോംബെയിൽ പോയിട്ട് വിസക്ക് കുറെ കാത്തു നിന്നോ? ഇല്ല, എൻ്റെ ഒരു അച്ഛൻ്റെ അഞ്ചൻ തന്നെ പറയും, പുള്ളി വിസ അയച്ചിട്ട് വന്നതാണ്. എന്തായിരുന്നു സാർ ആദ്യകാലത്തൊക്കെ നമ്മുടെ സൗദിയിൽ സാറിൻ്റെ ജോലി? ഞാൻ വന്നത് ശരിക്കും ഒരു ഷോപ്പിൽ സ്പ്രേയുടെ സെയിൽസ്മാൻ ആയിട്ടാണ് വന്നത്. പെർഫ്യൂമിൻ്റെ? എത്ര വർഷം? 16 വർഷമായി. അതിനുശേഷം സാർ 16 വർഷമായിട്ട് ഈ സ്ഥാപനത്തെ നടത്തിക്കൊണ്ട് പോകുന്നത്. സാറിൻ്റെ കുടുംബമൊക്കെ? എൻ്റെ കുടുംബം, ഭാര്യ. എന്താണ് ഭാര്യയുടെ പേര്? വിമി. ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വന്ന അവസരം ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഞാൻ കുറച്ച് വർക്ക്ഷോപ്പൊക്കെ എടുത്തപ്പോൾ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു റൂമിൽ തന്നെ ഇരിക്കണം. എൻ്റെ പണി എന്ന് പറഞ്ഞാലും രാവിലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ രാത്രി ഏത് നേരത്ത് കയറി വരാമെന്നുള്ളത് പറയാൻ പറ്റില്ല. അന്നത്തെ അങ്ങനത്തെ ഒരു വർക്കല്ലായിരുന്നു. ഞങ്ങൾ അടയ്ക്കുന്ന തന്നെ 11 മണി കഴിയും. പിന്നെ അവർ അന്ന് ടി വി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൗദി ചാനൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ പഴയ കാസറ്റായിരുന്നു. അല്ലാതെ അങ്ങനെ പിന്നെ അവരെ കൊണ്ടുവന്ന് ഞാൻ അതന്നെ ജയിലിൽ എടുക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പുറത്തിറങ്ങാൻ പറ്റാത്തത് പേടിച്ച് കഴിയുന്ന കാലമായിരുന്നു സ്ത്രീകളോട് ആ കാലത്ത്. മക്കള് 2 പേര്. മഹിമ എന്ന് പേര്. മഹിമ മകള് മൂത്തത്. അത് ഇപ്പൊ BTech കഴിഞ്ഞ് M.Tech കെമിക്കലാണ്. M.Techന് ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്നു. BTech കഴിഞ്ഞ് ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞു. ഇപ്പോൾ M.Techന് നോക്കുന്നു. രണ്ടാമത്തെ മകൻ 10 വർഷം കഴിഞ്ഞിട്ടാണ് കെട്ടിയത്. അവൻ്റെ പേര് മവീഷ്. നമ്മുടെ ലേമറിൽ തന്നെയാണ് പഠിച്ചത്. ലേമർ യൂസഫ് സ്കൂളാണ്, നാട്ടിക. അവിടെ പഠിക്കുന്നവർ. ഏത് ക്ലാസ്സിൽ? 10ൽ. ഇപ്പോൾ 10ൽ പഠിക്കുന്നത്. 32. ഞാൻ 1992 ജൂലൈ 11 വന്നത്. 92. ഈ 32 വർഷത്തെ സൗദി ഒരുപാട് മാറിയിട്ടുണ്ട്. അയ്യോ, ഒരുപാട് മാറ്റങ്ങൾ വന്നു. 5 വർഷം കഴിയുമ്പോൾ ഇവർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വന്ന അവസരമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഏരിയയാണിത്. റിയാദിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ആൾക്കാരുകൾ ഒരുപാടുള്ള മലയാളികളുണ്ടായിരുന്നു. ഇവിടെ മലയാളികൾ കുറവായിരുന്നു. എന്തെങ്കിലും ഒരു നല്ല പൊസിഷനിൽ എത്തണം എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ വന്ന ആളല്ല. അന്ന് സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് ഉണ്ടായിട്ടില്ല. അതന്നെ. ഞാൻ അന്ന് ഒരുപാട് മനസ്സിലിങ്ങനെ ഒരു 5,000 റിയാൽ എൻ്റെ 5,000 റിയാൽ, അതായത് അന്ന് 50,000 രൂപ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സ്ഥലം വിടുന്നു പറഞ്ഞ് നിന്നിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇപ്പം ഈ വർഷം ഇവിടം വരെ എത്തിയത് ഇങ്ങനെയാണ്. അത് ഓരോ വർഷം മാറുമ്പോൾ മാറി ഓരോ. എങ്ങനെ സാർ എടുക്കുന്ന നാട്ടിൽ പോകാറുണ്ടോ? ഞാൻ പോവാറുണ്ട്. ഞാൻ വർഷം പോകാറുണ്ട്. ഇവിടെ സീസൺ ബിസിനസ് ആണല്ലോ. ഞങ്ങളിപ്പോൾ 2 പേരായാലും ഒരാൾ പോയി വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ പോകും. സാർ അറബി ഭാഷ ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തു? എങ്ങനെ? അത് ഞാൻ അറബികളുടെ കൂടെ തന്നെയായിരുന്നു.
അങ്ങനെ പെട്ടെന്ന് പഠിച്ചു അറബി. മലയാളികൾ പിന്നെ ഏത് ഭാഷയും പെട്ടെന്ന് പഠിച്ചെടുക്കും. അതെ അതെ അതെ. ഇവർക്ക് ഹിന്ദി അറിയാത്ത മലയാളികളായിരുന്നു ഇവിടെ അധികം. ഞാൻ വന്നപ്പോൾ മുഴുവൻ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തു നിന്നുള്ളവരാണല്ലോ ഏറ്റവും കൂടുതൽ. അവർക്ക് ഹിന്ദി അറിയില്ല, അറബി വേഗം പഠിക്കും. ഏതായാലും സാറിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ ദർശന ടിവിക്ക് സമയം അനുവദിച്ചത് വളരെയധികം സന്തോഷമാണ്. ഇനി നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.